ചെറിയൊരു കാലയളവ് കൊണ്ട് തന്നെ ഒരുപാട് മേജർ ടൂർണമെന്റ്സും അതേപോലെ തന്നെ കളിച്ച ടൂർണമെന്റ്സിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാണ് FC അരീക്കോട്. സോ ആ FC അരീക്കോടിന്റെ 4 ഏജ് കാറ്റഗറിക്കുള്ള ട്രയൽസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 12 വയസ്സിന്റെ താഴെ, 14 വയസ്സിന്റെ താഴെ, 16 വയസ്സിന്റെ താഴെ, 18 വയസ്സിന്റെ താഴെ. ഓക്കെ, അതായത് ഇപ്പോൾ 18 വയസ്സെന്ന് പറയുമ്പോൾ 2008 ആ ഒരു ഏജ് കാറ്റഗറി, അണ്ടർ 16 16 എന്ന് പറയുമ്പോൾ 2009 2010 ആ ഒരു ഏജ് കാറ്റഗറി, പിന്നെ അണ്ടർ 14 അത് 2011 2012 ഏജ് കാറ്റഗറി, അണ്ടർ 12 2013 2014 ഏജ് കാറ്റഗറി. അപ്പോൾ സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത് സെയിം ഡേറ്റ് ആണ്, 4-ാം തീയതിയാണ്. അതായത് അടുത്ത മാസം 4-ാം തീയതിയാണ് ട്രയൽസ് നടത്തുന്നത്. സമയത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് അണ്ടർ 18 അണ്ടർ 16 8 മണിക്കാണ്, രാവിലെ 8 മണിക്കാണ് ട്രയൽസ് നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അണ്ടർ 14 വരുന്നതും അണ്ടർ 12 വരുന്നതും ഉച്ച കഴിഞ്ഞിട്ടാണ് 3 PM 3 മണിക്കാണ് ട്രയൽസ് നടക്കുന്നത്. സോ FC അരീക്കോടിന്റെ കാര്യം കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. ചാക്കോളോസ് ഗോൾഡ് ട്രോഫി ആയിക്കോട്ടെ, KFA യൂത്ത് ലീഗ്സ് ആയിക്കോട്ടെ, ഡിസ്ട്രിക്ട് യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയിക്കോട്ടെ, റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് ആയിക്കോട്ടെ, ഈ ഒരു മേജർ ടൂർണമെന്റിലൊക്കെ ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ അതിനർത്ഥം എന്താ വെച്ചാൽ ഈ ഒരു ട്രയൽസിൽ ചെന്നിട്ട്, ഈ ഒരു 2025 2026 ബാച്ചിന്റെ ഈ ഒരു ട്രയൽസിൽ ചെന്നിട്ട് അവിടെ ടീമിലൊക്കെ കയറിയിട്ട് നല്ല പെർഫോം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൂർണമെന്റ്സിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ FC അരീക്കോടിന്റെ കോച്ചസിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളി ക്വാളിഫൈ ആയിട്ടുള്ള കോച്ചസിന്റെ അണ്ടറിലാണ് പ്രാക്ടീസ് നടക്കുന്നത്. SS ഗ്രൗണ്ടിലാണ്, സുല്ലമുസലാം അരീക്കോട് ഗ്രൗണ്ടിലാണ് എന്ത് നടക്കുന്നത്, ട്രയൽസ് നടക്കുന്നത്, SS ഗ്രൗണ്ടിൽ അരീക്കോട്. പിന്നെ അതേപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാം, താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതിൽ വിളിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. നല്ലൊരു ചാൻസ് ആണ് ഈ പറഞ്ഞ മേജർ ടൂർണമെന്റിലൊക്കെ കളിക്കാൻ. സോ ഡോണ്ട് മിസ് ദ ഓപ്പർച്യൂണിറ്റി. നാട്ടിൽ കളിച്ച് നടന്നാൽ മാത്രം പോരാ, റൈറ്റ്? ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അക്കാദമിന്റെ, ഒരു നല്ല ക്ലബിന്റെ ആവശ്യകത വളരെ വലുതാണ്. സോ മാക്സിമം യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.